ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം വീണ്ടും വരാൻ പോവുകയാണ്. പ്രധാനമായിട്ടും 6 രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ സിഗ്നേച്ചർ ആഡ് ചെയ്യാം, മാസം നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എങ്ങനെ ഒരു വരുമാനം ഉണ്ടാകും. വാട്സ്ആപ്പ് ഗൈസ് ബോക്സ് മീഡിയ നാസിമാണ്. ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഈ ഒരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ് ആകുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാമെന്ന് A to Z വരെയുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ച് കൊടുക്കുക. അതേ വൈപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പല ആളുകൾക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന്. പല ആളുകളും ലക്ഷങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ആളുകൾക്കും ലക്ഷങ്ങൾ കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിൽ കുറച്ച് ആയിരങ്ങളോ അല്ലെങ്കിൽ 10,000ങ്ങളോ സമ്പാദിക്കുവാൻ നിങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെയാണ് വേണ്ടത്. ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല വഴികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ത്രൂ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ വഴികൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ ഗിഫ്റ്റ് ഓപ്ഷൻ ആണ്, രണ്ടാമത്തത് ബ്രാൻഡഡ് കണ്ടന്റ് ആണ്, മൂന്നാമത്തത് ബോണസ് ആണ്, നാലാമതായിട്ട് വരുന്നത് പാർട്ണർഷിപ്പ് ആഡ് ആണ്, അഞ്ചാമതായിട്ട് വരുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് ആണ്, ആറാമതായിട്ട് വരുന്നത് ആഡ്സ് ഇൻ പ്രൊഫൈൽ ഫീഡ് ആണ്. ഈ ഒരു 6 രീതിയിലാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഓരോ ക്രൈറ്റീരിയ ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉള്ളതുപോലെ വലിയൊരു ക്രൈറ്റീരിയ അല്ല ഇൻസ്റ്റാഗ്രാം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. വളരെ ചെറിയ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 18 വയസ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിന് നിങ്ങൾക്ക് വലിയൊരു ഫോളോവർ ബേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. 500 ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്കും ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ 5 മില്യൺ ഉള്ള ആളുകൾക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 500 ഫോളോവേഴ്സ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് പബ്ലിക് അക്കൗണ്ടിലേക്ക് ആക്കുക. അതിനുശേഷം അതൊരു ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക, പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി കാണാൻ സാധിക്കും. ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ക്രിയേറ്റഡ് ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ് എ ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നും അല്ലെങ്കിൽ സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ് എന്നും കാണാൻ സാധിക്കും. ഇതിൽ ആഡ് എ ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ടിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് അടുത്തതായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മളൊരു കാറ്റഗറി സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന കാറ്റഗറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് കാറ്റഗറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലും കിട്ടും. ഞാനിവിടെ വ്ളോഗർ എന്നുള്ളത് കൊടുത്തതിന് ശേഷം സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ എന്നുള്ളത് ജസ്റ്റ് മുകളിൽ ഓപ്പൺ ചെയ്യുക. ദെൻ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ അക്കൗണ്ട് റെഡി ആയിട്ട്. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷന്റെ ഓപ്ഷൻ ആയിട്ട്, മോണിറ്റൈസേഷൻ ടൂൾ ആയിട്ട് ഓപ്പൺ ആയി കിട്ടുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ടൂള് 500 ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് വഴി ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി 1000 ഫോളോവേഴ്സ് ആയെന്ന് നിങ്ങൾ കരുതുക. ഈ ഒരു 1000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മുടെ പേ ഔട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കിഡ്സിന്റെ ഒക്കെ അക്കൗണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഇട്ട് റീച്ച് ആക്കി കൊണ്ടുവരുന്ന അക്കൗണ്ട് കാണും. ഇങ്ങനെയുള്ള ആളുകൾക്ക് 18 വയസ്സാകത്തില്ലല്ലോ എന്നുള്ള ഒരു സംശയം കാണും. അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അക്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ട് ആരുടെയാണോ കൊടുക്കുന്നത് അയാളുടെ പാൻ കാർഡ് നമ്പർ
പേര്, ബാങ്ക് നെയിം ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ കൊടുക്കുക. അല്ലാതെ കുട്ടിയുടെ പേര് അക്കൗണ്ട് ഒന്നും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ മുതിർന്ന ആളുകളുടെ 18 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ മാത്രം കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് സെറ്റ് ചെയ്യണം. അത് എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിലൂടെ നോക്കാം. ഇൻസ്റ്റഗ്രാമിലെ ഗിഫ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, പ്രൊഫൈലിലേക്ക് വരിക. പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ഗിഫ്റ്റ് ഓൺ റീൽസ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേഷനോടുകൂടി എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ ആധാർ കാർഡിലോ പാൻ കാർഡിലോ ഉള്ളതുപോലെ ലീഗൽ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. കൺട്രി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇന്ത്യ കൺട്രി കാണുന്നുണ്ടായിരിക്കും. ബിസിനസ് ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ സോളോ പ്രൊപ്പറേറ്റർ ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നും നിങ്ങൾ കൊടുക്കരുത്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്ക് ഇതിൽ സംശയം വരുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്തത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടുപേര് അതേപോലുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള നെയിം കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പോസ്റ്റൽ കോഡ് അതേപോലെ തന്നെ സിപ്പ് കോഡ് ഇത്തരത്തിലുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരിക്കും. പോസ്റ്റൽ കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിൻ കോഡ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക. അതിനുശേഷം പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ മാൻഡറ്ററി ആണ്, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ പാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെയും കൊടുക്കരുത്. നിങ്ങൾ പുതിയത് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പാൻ നമ്പർ കൊടുക്കുക. പിന്നെ ഉള്ളത് ഡൗട്ടർ എന്ന് ചോദിച്ചാൽ GST രജിസ്ട്രേഷൻ നമ്പർ വേണമെന്ന്. GST രജിസ്ട്രേഷൻ വാറ്റ് നമ്പർ നമ്മളവിടെ കൊടുക്കണ്ട, അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് GST കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേങ്കിൽ അത് കൊടുക്കേണ്ട യാതൊരു വിധ തരത്തിലുള്ള ആവശ്യവുമില്ല. നിങ്ങൾക്ക് പാൻ കാർഡ് മാത്രം കൊടുത്താൽ മതി. പാൻ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ അണ്ടർ പെനാൽറ്റീസ് എന്നുള്ള ആ ഒരു സ്ഥലത്ത് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ട് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്? പേപ്പാൽ ഉണ്ട്. നിങ്ങൾ പേപ്പാൽ കൊടുക്കാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മാനുവലി തന്നെ കൊടുക്കുക. മാനുവൽ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ചോദിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ, ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെയും പല ആളുകൾക്കും സംശയം പല രീതിയിലുണ്ട്. അക്കൗണ്ട് ഹോൾഡർ നെയിം, നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് പേരാണോ അത് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് സ്വിഫ്റ്റ് കോഡ്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിലൊന്നും എടുക്കരുത്. നിങ്ങളുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് മാനേജറിൻ്റെ അടുത്തോ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടും. ആ ഒരു സ്വിഫ്റ്റ് കോഡാണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നെറ്റിൽ നിന്നൊന്നും കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കത്തില്ല. ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ലിങ്ക് പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ടാക്സ് ഇൻഫോ ആണ് കൊടുക്കേണ്ടത്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടാക്സ് ഇൻഫോ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും അലോ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. ഒന്നും കൂടി അലോ ചോദിക്കും. അത് നിങ്ങളും അലോ ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് നിങ്ങളൊരു US സിറ്റിസൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളവിടെ കൊടുക്കേണ്ടത് നോ എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾ മറ്റുള്ള ആളുടെ ഏതെങ്കിലും ആളുടെ പേരിലാണോ ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്, അത് നിങ്ങൾ നോ കൊടുക്കുക. ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം ഏത് കൺട്രിയാണ് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽ കറക്റ്റ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അത് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കാണും, ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ 0% സർവീസ് ചാർജ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. ഈ ക്ലാരിഫൈ എന്നുള്ള കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾ നേരത്തെ എന്താണോ നിങ്ങളുടെ പേര് കൊടുത്തത് അതേപോലെ തന്നെ സ്പേസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. ഇതിന് ശേഷം അതാണ് എല്ലാവർക്കും അവിടെ ചിലപ്പോൾ ഇറർ കാണിക്കും. പക്ഷേ നിങ്ങൾ ആ ആദ്യം കൊടുത്ത പേര് എന്താണോ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ W8 എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ഫോം വരും. ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം ആഡ് ടാക്സ് ഇൻഫോ ഓക്കെ കൊടുക്കുക. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് റീഡയറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടി. അതിനുശേഷം ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഓക്കെ ചോദിക്കും. നിങ്ങൾ ഓക്കെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ടാക്സ് ഇൻഫോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് പ്രോസസ്സ് ആകാനുള്ള ടൈമാണ്. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഇൻഫോ കറക്റ്റ് ആയിട്ടുണ്ട്. ഗിഫ്റ്റ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ടുണ്ടോ എന്നറിയാൻ ആ ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് റീഡയറക്റ്റ് പോകുന്നതായിരിക്കും. എലിജിബിൾ എന്ന് കാണാൻ സാധിക്കും. അപ്രോക്സിമേറ്റ് ഏർണിങ്സ് കാണാൻ സാധിക്കും. അലോ ഗിഫ്റ്റ് ഓൺ റീൽസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് കഴിയുക.
പേ ഔട്ട് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ റീൽസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ റീൽസിൽ ഗിഫ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ കാണാൻ ഇവിടെ സാധിക്കത്തില്ല. റീൽസിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഫ്രണ്ട്സിന്റെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ സെർച്ച് ആക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പേര് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. എൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ റീൽസ് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം ഞാൻ എൻ്റെ ആ റീൽസ് എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് ഗിഫ്റ്റ്. നമ്മുടെ ആ ഫിൽറ്ററിന്റെ പേരൊക്കെ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് സെൻഡ് ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെൻഡ് ഗിഫ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നാലാണ് നമുക്ക് ഏണിങ്സ് ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ വഴി കിട്ടുന്നത്. ഏകദേശം $25 ആയാൽ മാത്രമേ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പിൻവലിക്കാൻ സാധിക്കത്തുള്ളൂ. ഗിഫ്റ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഗിഫ്റ്റ് വഴി നമുക്ക് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗിഫ്റ്റ് വഴി ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഫോളോവേഴ്സിലേക്കോ നോൺ ഫോളോവേഴ്സിലേക്കോ നമ്മുടെ ഈ ഒരു റീല് അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റീല് കാണുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഒരു ഏണിംഗ് തരാൻ പറ്റും. 35 രൂപ മുതൽ 455 രൂപ വരെയാണ് കിട്ടാൻ പോകുന്നത്. അത് നമ്മുടെ ഫോളോവേഴ്സ് തരുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിന്റെ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നു വയർ ട്രാൻസ്ഫറും അതേപോലെ തന്നെ നോർമൽ ബാങ്ക് ട്രാൻസ്ഫർ. വയർ ട്രാൻസ്ഫർ ആണെങ്കിൽ $100 നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 8000 രൂപ അല്ലെങ്കിൽ 8200 രൂപ വന്നു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ $25 ആണ് അതിൽ കാണിക്കുന്നത്. പക്ഷെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ $25 എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ കൂടി നമുക്ക് $100 ആയി കഴിയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ക്യാഷ് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് പാർട്ണർഷിപ്പ് ആഡ്സ്. പാർട്ണർഷിപ്പ് ആഡ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ പാർട്ണർഷിപ്പ് ആഡ് കിട്ടാൻ വഴിയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല റീച്ച് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ പല ബ്രാൻഡുകളും തേടി വരും, നിങ്ങൾക്ക് മെയിൽ ഇടും അല്ലെങ്കിൽ മെസ്സേജ് ഇടും. അതുവഴി ഒരു വാട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു വാട്ടർ കൊളാബറേഷൻ സമ്പ്രദായം പ്രൊഡക്റ്റ് തന്നതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് വാട്ടർ കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വാട്ടർ കൊളാബറേഷനുമായിട്ട് നമ്മളെ സമീപിക്കുന്ന കമ്പനികൾക്ക് നമുക്ക് ക്യാഷ് ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ പറയുന്ന ക്യാഷും അവർ ഉദ്ദേശിക്കുന്ന ക്യാഷും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, മാച്ച് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് അവർ അയച്ചു തരികയും അവർ പറയുന്ന രീതിയിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറി പോസ്റ്റ് നമ്മൾ ഇടുകയും ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് പാർട്ണർഷിപ്പ് ആഡ് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കമ്പനികൾ നമ്മുടെ അടുത്തേക്ക് വന്നില്ല, നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് യോജിച്ച തരത്തിലുള്ള ബ്രാൻഡുകൾ നമ്മൾ കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ ടെക്കാണ്, അതുകൊണ്ട് തന്നെ ടെക് ബേസ് ആയിട്ടുള്ളതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഉചിതം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബ്രാൻഡുകളെ ഞാൻ കൊളാബ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഞാനൊരു ബ്യൂട്ടി കോസ്മെറ്റിക് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഡിസൈനർ സ്റ്റുഡിയോ പോലെയുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് ഞാൻ കൊളാബ് ചെയ്യുക. ഇനി ഞാൻ ഫുഡിൻ്റെ ആണ് ചെയ്യുന്നതെങ്കിൽ ഫുഡ് പരമായിട്ട് വരുന്ന കമ്പനികളുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുക. ഒരുപാട് കമ്പനികൾ ഇൻസ്റ്റാഗ്രാമിൽ കാണും. അപ്പോൾ ആ ഒരു കമ്പനികളെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പനികളിലേക്ക് നമ്മൾ മെയിൽ ഇടുക. അവർ നമുക്ക് റിപ്ലൈ മെയിൽ തരുന്നതായിരിക്കും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ തുക പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം സ്റ്റോറി, പോസ്റ്റ്, റീല് എന്നിവ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലാണ് പാർട്ണർഷിപ്പ് ആഡ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. പക്ഷേ സബ്സ്ക്രിപ്ഷന് ഒരു പ്രത്യേക ക്രൈറ്റീരിയ നമുക്ക് മുന്നിലേക്ക് ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടുണ്ട്. 18 വയസ്സായിരിക്കണം. ആദ്യത്തെ ക്രൈറ്റീരിയ അതാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വയലേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒന്നും കാണാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം പറയുന്ന എല്ലാ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസും നമ്മൾ അനുസരിച്ചിരിക്കണം. ദെൻ മൂന്നാമതായിട്ട് നമ്മുടെ അക്കൗണ്ട് 10K ഫോളോവേഴ്സ്, 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷന് വേണ്ടി ആഡ് ചെയ്യാം, സബ്സ്ക്രിപ്ഷന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി നമുക്കൊരു എമൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതനുസരിച്ച് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. മേ ബി ഇപ്പോൾ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുന്നതെന്നും അതിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതെന്നും സ്ക്രീനിലൂടെ നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ സെറ്റപ്പ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും.
അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിലിന് ലേൺ മോഡ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ കാണിക്കും. ഇൻഡിവിജ്വൽ ഓർ സോളോ പ്രൊപ്പറേറ്റർ എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുവേണ്ടി ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ള ആ ഒരു ബ്ലൂ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരിക്കും ഒന്ന് ടാക്സ് ആഡ് ആയി വരാൻ. അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ടാക്സ് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അലോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ജസ്റ്റ് നിങ്ങൾ വരുന്ന ആ ഒരു പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് ടാക്സ് ഇൻഫോസ് ആഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു US സിറ്റിസൺ ആണോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ US സിറ്റിസൺ അല്ല. നോ എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ്ലി വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മുടെ അക്കൗണ്ട് തന്നെയാണെങ്കിൽ നമ്മൾ നോ എന്നുള്ളത് കൊടുക്കുക, വേറെ ആൾക്ക് വേണ്ടി അല്ല ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ കാണും, അതേപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും കാണും. ഈ ഒരു പേര് നിങ്ങൾ ഇപ്പോൾ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക. എന്തിനാണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. കോപ്പി ചെയ്തതിനു ശേഷം സെലക്ട് 1 നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. കൺട്രി നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അവിടെ കാണുന്നുണ്ടായിരിക്കും, കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. ഐ ഹാവ് USTIN നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പാൻ കാർഡ് തന്നെയാണ് നമ്മുടെ USTIN എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കാണിക്കുന്നുണ്ടായിരിക്കും. അഡ്രസ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പ്രോപ്പറായിട്ട് പിൻകോഡ് സഹിതം നിങ്ങൾ അവിടെ കൊടുക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഒരു ക്രോസ് വെരിഫിക്കേഷൻ ഉണ്ട്, അഡ്രസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ആയിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും. ഇവിടെ ഐ സർട്ടിഫൈ എന്നുള്ള ആ ഒരു കോളം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ പേര് ഇവിടേക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഇതാണ് സിഗ്നേച്ചർ ആയിട്ട് കൊടുക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത്. ഡേറ്റ് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് W8BEN എന്ന് പറയുന്നൊരു ഫോം വരും. ഇതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ്, പാൻ കാർഡ് നമ്പറൊക്കെ കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം സബ്മിറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് വീണ്ടും ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഇൻഫോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. കുറച്ച് സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ഫീൽഡിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബെനഫിറ്റ്, എന്തൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ്റെ ബെനഫിറ്റ് എന്നാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓഫർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. വായിച്ചു നോക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ശേഷം മന്ത്ലി പ്രൈസ് എത്ര രൂപയാണ് നമുക്ക് വേണ്ടത്? 45 രൂപ മുതൽ 390 രൂപ വരെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 45 കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ശേഷം നിങ്ങൾ ഒരു എമൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം വരെ നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ സബ്സ്ക്രിപ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോവേഴ്സിന് കൊടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ടിക്ക് ഇട്ടതിന് ശേഷം ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ നിങ്ങളുടെ ഷെയർ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ്റെ ബട്ടൺ കാണുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ദെൻ ഇനി വരാൻ പോകുന്ന ഓപ്ഷനാണ് പെയ്ഡ് പാർട്ണർഷിപ്പ്. അത്യാവശ്യം നല്ല റീച്ച് നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് 1000 ഫോളോവേഴ്സേ കാണുകയുള്ളൂ, പക്ഷേ നിങ്ങളുടെ വീഡിയോസ് 10,000, ലക്ഷം, മില്യൺ കണക്കിന് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പെയ്ഡ് കൊളാബറേഷന് വേണ്ടി പല കമ്പനികളുമായിട്ട് സമീപിക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. ഈ ഒരു കമ്പനികളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്തതിനു ശേഷം അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ട്, ആ ഒരു കൊളാബറേഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് പാർട്ണർഷിപ്പ് ആയിട്ട് നല്ലൊരു എമൗണ്ട് സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ ആ ഒരു കമ്പനി ആവശ്യപ്പെടുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയ്ഡ് പാർട്ണർഷിപ്പ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് ആണ്.
ബ്രാൻഡഡ് കണ്ടന്റ് കിട്ടുവാൻ വേണ്ടി നമുക്ക് 500 മുതൽ 1000 ഫോളോവേഴ്സ് വരെയാണ് വേണ്ടത്. നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും പാടില്ല. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇത്തരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് മോണിറ്റൈസേഷൻ ടൂൾ ആയിട്ട് ആദ്യം കിട്ടുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബ്രാൻഡഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഡിസ്കവർ പ്രൊജക്ട് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പല കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ബ്രാൻഡഡ് കണ്ടന്റ് വഴി നമുക്ക് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രൊജക്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് സ്ക്രീനിലൂടെ നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് ഒരു 3 ലൈൻസ് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിലേക്കായിരിക്കും പോകുന്നത്. ദെൻ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു അക്കൗണ്ട് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു 4 കാര്യങ്ങളും ഗ്രീൻ ടിക്ക് ആണെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിവ്യൂ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് കയറി കാണാൻ പറ്റുന്നതാണ്. ഇനി ഇത് 4 ടിക്കാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും മുകളിൽ ആ സെറ്റിംഗ്സിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റർ ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് മോണിറ്റൈസേഷൻ ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് വേണ്ടത് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റർ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ഇൻഡു റെഡ് കളറിൽ റൗണ്ടിൽ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി വയലേഷൻസ് ഉണ്ട്. അതില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിസ്കവർ പ്രൊജക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻസ്റ്റാഗ്രാം തന്നെ തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും, ഒരു പോസ്റ്റും ഒരു സ്റ്റോറിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് $100 ആണ് ഈ ഒരു കമ്പനി തരുന്നത്. അതേപോലെ തന്നെ ഒരു റീല്, ഒരു പോസ്റ്റ്, ഒരു സ്റ്റോറി, ഇവിടെയും $100 തരുന്നുണ്ട്. പിന്നെ 6000 രൂപ ഒരു ക്രിയേഷന്, ഒരു റീലും ഒരു സ്റ്റോറിയും ഇട്ടാൽ മറ്റൊരു കമ്പനി നമുക്ക് 6000 രൂപയാണ് തരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അറിയിക്കാം. ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു 6000 രൂപ, അല്ലെങ്കിൽ വേണ്ട 6000 രൂപയുടെ വേണ്ട, നമുക്ക് ഈ ഒരു $100 തന്നെ എടുക്കാം. സെറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽ മൊത്തത്തിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത്, ഏത് വഴിയാണ് ക്യാഷ് കിട്ടുന്നത്, എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് ഇതിലേക്ക് ഒരു ഇൻവിറ്റേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക. 17 ജൂലൈ മുതൽ 31 ഓഗസ്റ്റ് വരെയാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. അപ്രോക്സിമേറ്റ് ഏണിംഗ് എന്ന് പറയുന്നത് $100 ആണ്. ഏകദേശം 9000 രൂപ എടുത്താണ് ഇത് വരുന്നത്. എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് എന്നുള്ളത് എബൌട്ട് ദിസ് പ്രോജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡ് ഡയറക്റ്റ് ആണ് നമുക്ക് ക്യാഷ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വീണ്ടും ഐ ആം ഇൻട്രസ്റ്റഡ് കൊടുക്കുക. ഇപ്പോൾ കമ്പനിയിലേക്ക് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. ഇനി നമ്മളെ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും മെയിൽ ത്രൂ വരികയും ചെയ്യും. അതേപോലെ തന്നെ മാനേജ് പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ടിക്ക് കാണുന്നില്ലേ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെ പല കമ്പനികളുമായിട്ട് നമുക്ക് കൊളാബ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഡിസ്കവർ പ്രോജക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ ഉറപ്പായിട്ടും ആൻസർ തരുന്നതായിരിക്കും. പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ റീലിന്റെ വ്യൂസ് അല്ലെങ്കിൽ സ്റ്റോറിയുടെ വ്യൂസിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നല്ല രീതിയിൽ ക്യാഷ് കിട്ടുമോന്ന്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വ്യൂസ് അനുസരിച്ച് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1000 ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം. പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കണം നിങ്ങൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും കാണാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ അനുസരിച്ചിരിക്കണം. സ്വന്തമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അറിയുന്ന ആരുടെയെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസിലോ ആരുടെയെങ്കിലും അക്കൗണ്ട് കൊടുത്താൽ മതി. ഇനി ദെൻ ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോണസ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നോക്കാം. ബോണസ് പ്രോഗ്രാമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു ബോണസ് പ്രോഗ്രാമിലേക്ക് നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മന്ത്ലി നമുക്കൊരു ടാർഗറ്റ് ആണ് ഇൻസ്റ്റാഗ്രാം തരുന്നത്. മേ ബി ചിലപ്പോൾ 100 വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ 150 വീഡിയോ ആയിരിക്കും. ഈ ഒരു 150 വീഡിയോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റിന് ഒരു എമൗണ്ട്, $1 അവർ തരുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്ക് $150 മുതൽ 1000 അല്ലെങ്കിൽ $5000 വരെയാണ് എൻഗേജ്മെന്റ് അനുസരിച്ച് ഇൻസ്റ്റാഗ്രാം തരുന്നത്. നെക്സ്റ്റ് മന്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ബോണസിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു 100 വീഡിയോ എന്നുള്ളത് ചിലപ്പോൾ 200ലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം തരും. കോർപ്പറേറ്റ് കമ്പനികൾ നമുക്ക് ടാർഗറ്റ് തരുന്ന രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ആകും എന്ന് ഉറപ്പുള്ള ആളുകൾ, ഇതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ബോണസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ ബോണസ് ഇപ്പോൾ ഗ്ലോബലി പോസ് ആണ്. ഈ ഒരു ബോണസ് പ്രോഗ്രാം താമസിക്കാതെ തന്നെ വീണ്ടും റീലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടീം പറയുന്നത്. 2022 നവംബറോട് മുതലാണ് ഈ ഒരു ബോണസ് പ്രോഗ്രാം എല്ലാ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. 2023 ജൂലൈയോട് കൂടി ബോണസ് പ്രോഗ്രാം ഗ്ലോബലി പോസ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം ഉടൻ തന്നെ റീലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ബോണസ് പ്രോഗ്രാം റിട്ടേൺ വരികയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും അതിന് ആൻസർ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഇന്നത്തെ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ റിവോക്കേഴ്സ് മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്ത് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.